ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി ഓഫ് മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്സുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. ടൈപ്പ് 1 എറർ എന്താണെന്നും ടൈപ്പ് 2 എറർ എന്താണെന്നും. അതല്ലാത്തവർക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഒന്ന് ഫെമിലിയർ ആവാനായിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടൈപ്പ് 1 എറർ എന്നും ടൈപ്പ് 2 എറർ എന്നും. സോ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസുമായിട്ട് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് ദീസ് ആർ സബ്ജക്റ്റഡ് ടു ദ റിസൾട്ട് ഓഫ് നൾ ഹൈപ്പോത്തസിസ്. അപ്പം നമ്മൾ റിസർച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കും, നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ യൂഷ്വലി പറയുന്നത് there exists no relationship between the variables. അങ്ങനെ ഒരു നോ എന്നുള്ള ഒരു കാര്യം കൂടി ചേർത്തിട്ടാണ് നൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ നൾ. നൾ എന്ന് പറയുമ്പോൾ നോ, എം ടി, സീറോ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ഇസ് റിജക്റ്റഡ് ദോ ഇറ്റ് ഈസ് ട്രൂ. അതായത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് എന്ന് നമുക്ക് അറിയാം. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സംടൈംസ് ഇത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇതൊരു എറർ ആണ്. അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കാണിക്കുന്നത് ഒരു ടൈപ്പ് 1 എറർ ആണ്. ഇനി നമ്മൾ ടൈപ്പ് 2 എറർ എന്താണ്? ടൈപ്പ് 2 എറർ എന്ന് പറയുമ്പോൾ നൾ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്പ് 2 എററും വരുന്നത്. ഈ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല ഈവൻ വെൻ null hypothesis is false അല്ലെങ്കിൽ alternative hypothesis is true. null hypothesis ഇവിടെ false ആണ്, തെറ്റാണ്, എന്നിട്ട് കൂടി നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി അതിൻ്റെ മറ്റൊരു വശം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ്. റിജക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഇവിടെ പറയുന്നില്ല. കാരണം നമ്മുടെ ഒരു റിസർച്ച് വേ ഓഫ് ടോക്കിംഗ് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഇറ്റ്സ് നോട്ട് റിജക്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരുന്നിട്ടും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അടുത്ത ടൈപ്പ് 2 എറർ എന്ന് പറയുമ്പോൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നില്ല, അത് ഫോൾസ് ആയിരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നൾ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ട് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ടൈപ്പ് 1 എറർ ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്നു നൾ ഹൈപ്പോത്തസിസിനെ ട്രൂ ആണെങ്കിലും അതിനെ റിജക്റ്റ് ചെയ്യുന്നു. നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ x0 എന്നാണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ് കാരണം ഒരു പോസിറ്റീവ് റിലേഷൻ അവിടെ ഉണ്ട്, എന്നിട്ട് കൂടി നമ്മൾ അതിനെ എടുക്കുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ബീൻ റിജക്റ്റഡ്. സോ ഇതിനെ നമുക്ക് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് ടൈപ്പ് 1 എററിനെ നമുക്ക് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. സോ ഇവിടെ സിഗ്നിഫിക്കൻസ് ലെവലിലോട്ട് വരുമ്പോൾ എന്താണ്? ഇവിടെ ടൈപ്പ് 1 എററിന്റെ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഇത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് 0.05 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? ഒരു 5% പ്രോബബിലിറ്റി ഓഫ് ഇൻആക്യുറേറ്റ്ലി റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ്, ഇതാണ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമ്മൾ കാണേണ്ടത്. സോ ടൈപ്പ് 1 എററിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ടൈപ്പ് 1 എറർ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് പറഞ്ഞിരിക്കണം. ഇനി നമുക്ക് ടൈപ്പ് 2 എററിലേക്ക് പോവാം.
എന്താണ് ടൈപ്പ് 2 എറർ? നേരത്തെ പറഞ്ഞതുപോലെ നൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആണ്, പക്ഷേ നമ്മൾ അതിനെ റിജക്ട് ചെയ്യുന്നില്ല. നോട്ട് റിജക്റ്റഡ്. ഇതിനെ പറയുന്നതാണ് ഫാൾസ് നെഗറ്റീവ്. ഒരു നെഗറ്റീവ് കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, അല്ലേ? നമുക്കറിയാം നൾ ഹൈപ്പോത്തസിസ് ഇസ് ഫാൾസ് എന്ന്, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് 1 എററിനേക്കാൾ കോംപ്ലിക്കേഷൻസ് ആൻഡ് പ്രോബ്ലമാറ്റിക് ഉണ്ടാക്കുന്ന ഒരു കേസാണ് ടൈപ്പ് 2 എറർ. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, കൂടുതൽ മിസ്റ്റേക്ക് അവിടെ വരുന്നുണ്ട്. സോ ടൈപ്പ് 1 എറർ ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്നാൽ പോലും ടൈപ്പ് 2 എറർ ഈസ് മോർ പ്രോബ്ലമാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. റിസർച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കണം. ടൈപ്പ് 1 എററിനും ചാൻസ് ഉണ്ട്, ടൈപ്പ് 2 എററിനും ചാൻസ് ഉണ്ട്, രണ്ടിനും ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു റിസർച്ചർ റിസർച്ച് ചെയ്യുമ്പോൾ ടൈപ്പ് 1 എററിനെയും ടൈപ്പ് 2 എററിനെയും ഇതിനെ രണ്ടിനെയും റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നതാണ് ഒരു റിസർച്ചറിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷേ ചിലപ്പോൾ നമ്മൾ അറിയാതെ ടൈപ്പ് 1 എററോ ടൈപ്പ് 2 എററോ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈവൻ ദോ നമുക്ക് ചെറിയ ടൈപ്പ് 1 എറർ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അവിടെ ടൈപ്പ് 2 എറർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ടൈപ്പ് 1 എറർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ടൈപ്പ് 2 എറർ ഉണ്ടാകുന്ന പ്രശ്നത്തെ വെച്ച് നോക്കുമ്പോൾ ടൈപ്പ് 1 എറർ ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതാണ്. ഓക്കെ, സോ നമുക്കറിയാം ടൈപ്പ് 1 എററിനെ നമ്മൾ ആൽഫ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 2 എററിനെ ബീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ടൈപ്പ് 1 എററിനെ പറ്റിയിട്ടും ടൈപ്പ് 2 എററിനെ പറ്റിയിട്ടും വളരെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതുവഴി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ടൈപ്പ് 1 എററിനെ പറ്റിയിട്ടോ ടൈപ്പ് 2 എററിനെ പറ്റിയിട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ശരി, തീർച്ചയായിട്ടും നമ്മൾ അത് എടുത്തിട്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആൻഡ് മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലേൺ എക്കണോമി ആപ്പ് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇന്ന് പറയാനുള്ളത്. ബൈ. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു കാര്യം വീണ്ടും പഠിക്കാം.